പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അനുഗ്രഹം പുലർകാല മഞ്ഞുകണങ്ങൾ പോലെ നമ്മളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. ഈ പുലർകാല വിചിന്തനത്തിലൂടെ പലപ്പോഴും എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്, മനുഷ്യൻ കരയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരുപാട് പേരുടെ കണ്ണുനീര് കാണുകയും ആശ്വസിപ്പിക്കുകയും ചെയ്ത ഒരാളായിരുന്നു ഞാൻ. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിനകത്ത് വല്ലാണ്ട് ഉയർന്നു വന്നുകൊണ്ടിരുന്നൊരു ചോദ്യമാണ്, മനുഷ്യൻ്റെ കണ്ണുനീരിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എനിക്ക് ലഭിച്ചൊരു ഉത്തരം ദൈവ തിരുവചനത്തിൻ്റെ ഏടുകൾക്കകത്തുണ്ട്. ഒരു നാൾ ക്രിസ്തു ഒരു പ്രമാണിയുടെ വീട്ടിൽ വിരുന്നുണ്ണാൻ വേണ്ടി പോയി. അപ്പോൾ ആ ദേശത്തെ ഒരു പാപിനിയായ മകളുണ്ടായിരുന്നു. അവൾ വന്ന് ക്രിസ്തുവിൻ്റെ പാദാന്തികത്തിലിരുന്ന് കണ്ണുനീർ കൊണ്ട് അവൻ്റെ കാൽപാദങ്ങൾ കഴുകി, മുടിയിഴകൾ കൊണ്ട് അവൻ്റെ കാൽപാദങ്ങളിൽ പറ്റിയ വെള്ളം തുടച്ചു മാറ്റി, സുഗന്ധദ്രവ്യം അവൻ്റെ കാൽപാദങ്ങളിൽ പൂശി. ഒന്നും അവൾക്ക് പറയാനുണ്ടായിരുന്നില്ല. ഹൃദയത്തിൽ അതുവരെ അവൾ ആരോടും പറയാതെ ഒളിപ്പിച്ചു വെച്ച കുറേ വിഷമങ്ങൾ അവൻ്റെ കാൽപാദങ്ങളിൽ കണ്ണുനീരാക്കി അവൾ ഒഴുക്കിയിരുന്നു. മറ്റൊന്നുമില്ല, വേറെ ആരുടെയും മുമ്പിൽ കരഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു കാര്യം ജീവിതത്തിൽ ബോധ്യപ്പെട്ടുകൊള്ളുക, നിങ്ങളുടെ കണ്ണുനീരിന് ഇവിടെ യാതൊരു വിലയുമില്ല. മനുഷ്യരുടെ മുമ്പിൽ പോയി നിങ്ങൾ കണ്ണുനീരൊഴുക്കി ആശ്വാസം തേടാമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ ഒരു മനുഷ്യനും നിങ്ങളുടെ കണ്ണുനീരിന് പരിഹാരം നൽകാൻ കഴിവില്ല. ഒരാളും നിങ്ങളുടെ കണ്ണുനീരിന് ആശ്വാസം നൽകുകയില്ല. നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുകയും എത്രമാത്രം കൈകോർത്ത് പിടിച്ചു നടക്കുകയും ഒരു പാത്രത്തിൽ ഉണ്ണുകയും ഒരു കിടക്കയിൽ കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്നവരാണെങ്കിൽ കൂടിയും 10 പ്രാവശ്യം നിങ്ങൾ ഒരാളുടെ മുമ്പിൽ ഇരുന്ന് സങ്കടം പറഞ്ഞ് കരഞ്ഞാൽ 11ാമത്തെ പ്രാവശ്യം നിങ്ങളെ കാണുമ്പോൾ ആ വ്യക്തി അവിടെ നിന്ന് എഴുന്നേറ്റ് മാറിയിരിക്കും. കാരണം നിങ്ങളുടെ കണ്ണുനീര് ഈ ലോകത്ത് ആർക്കും ആവശ്യമില്ല. മനുഷ്യർക്ക് നിങ്ങളുടെ കണ്ണുനീര് ആവശ്യമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനു മനുഷ്യരുടെ മുമ്പിൽ ഇരുന്ന് കരയണം? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കണ്ണുനീര് ആവശ്യമുള്ള ഒരൊറ്റയാളെ ഈ ലോകത്തുള്ളൂ, അത് നിന്റെ ദൈവമാണ്. നീ ഒഴുക്കുന്ന കണ്ണുനീരിൻ്റെ അളവനുസരിച്ച് നിന്റെ ഹൃദയത്തിൻ്റെ വേദനയെ തിരിച്ചറിയാൻ ക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് കരയുന്നെങ്കിൽ നീ ദൈവത്തിൻ്റെ അരികിൽ പോയിരുന്ന് കരഞ്ഞുകൊള്ളുക. മനുഷ്യരുടെ മുമ്പിൽ നിന്റെ കണ്ണുനീരൊഴുക്കിയിട്ട് യാതൊരു കാര്യവുമില്ല. തിരുവചനം പറയുന്നുണ്ടല്ലോ, നിന്റെ കണ്ണുനീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, നിന്റെ അലച്ചിലുകളെ ഞാൻ എണ്ണിയെടുത്തിട്ടുണ്ട്. നിന്റെ കണ്ണുനീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, നിന്റെ അലച്ചിലുകളെ ഞാൻ എണ്ണിയെടുത്തിട്ടുണ്ട്. ഇത്രയും നെഞ്ചുറപ്പോടുകൂടെ ഒരു വ്യക്തി ഈ ലോകത്ത് പറയുന്നുണ്ടെങ്കിൽ അത് നിന്റെ ദൈവമായ കർത്താവ് മാത്രമാണ്. ലോകത്ത് ഒരു മനുഷ്യനും ഇത് നിന്നോട് പറയാൻ കഴിയില്ല. നിന്റെ കണ്ണുനീരിനെ ഞാൻ കണക്കെടുത്ത് വെച്ചിട്ടുണ്ടെന്ന്, നിന്റെ നെടുവീർപ്പുകൾ ഞാൻ എണ്ണി വെച്ചിട്ടുണ്ടെന്ന് ലോകത്തൊരു മനുഷ്യനും നിന്നോട് പറയാനായിട്ട് കഴിയില്ല, യേശുവിനല്ലാതെ. അതുകൊണ്ട് മനുഷ്യരുടെ മുമ്പിലിരുന്ന് കരഞ്ഞാൽ നിന്റെ കണ്ണുനീരിന് വിലയില്ലെന്ന് നിനക്ക് ബോധ്യപ്പെടുന്നുവെങ്കിൽ ഇനി ഒരിക്കലും നീ കരയരുത്. ജീവിച്ച് കാണിച്ചു കൊടുക്കുക. വീഴ്ചകളെ നീ നിന്റെ ജീവിതത്തിൻ്റെ കൽപ്പടവുകളാക്കുക. നിന്റെ കണ്ണുനീരിനെ മാറ്റി ജീവിതത്തിൽ സുപ്രധാനമായ പ്രത്യാശയെ കൂട്ടിക്കൊള്ളുക. എന്നിട്ട് ശുഭപ്രതീക്ഷയോടെ നിന്റെ ജീവിതം നാളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ വിജയിക്കുമെന്നുള്ള ബോധ്യത്തോടുകൂടെ ജീവിതത്തിൽ നിങ്ങൾ യാത്ര ചെയ്യുക. ഒരു നാൾ നിന്റെ ദൈവം നിനക്ക് അനുഗ്രഹവും ഒരുക്കി കാത്തു നിൽക്കും. നിന്റെ കണ്ണുനീരിന് ദൈവം അനുഗ്രഹം പ്രദാനം ചെയ്ത് കണ്ണുനീരിനെ തുടച്ച് നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദിനം വരും. അതുകൊണ്ട് യേശുവിൽ ആശ്രയം വെക്കുക. കാരുണ്യമുള്ള പിതാവേ, ഈ പ്രഭാതത്തെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ കണ്ണുനീർ കണ്ണങ്ങൾ നീ ഏറ്റെടുക്കണമേ. അങ്ങയുടെ മുമ്പിൽ മാത്രം മനസ്സ് തുറക്കുവാനും കരയുവാനും എന്നെ പഠിപ്പിക്കണമേ. മനുഷ്യരുടെ മുമ്പിൽ പ്രത്യാശയോടെ ജീവിക്കാനുള്ള കൃപയും കരുത്തും എനിക്ക് നൽകണമേ. ആമേൻ.